ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ടേസ്റ്റി ബേഷാസർ കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് പെരുന്നാളിൻ്റെ ഒരു ചെറിയ ബ്ലോഗുമായിട്ടാണ്. അപ്പോൾ എല്ലാം ഞാൻ മൊത്തത്തോടെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കുറേശ്ശെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വീഡിയോ ഒത്തിരി അങ്ങ് ലെന്തി ആയി പോവും. അപ്പോൾ ഇതെല്ലാം തലേ ദിവസം രാത്രി ഞാനെല്ലാം ഒരുക്കി വെക്കുന്ന കാര്യങ്ങളാണ് ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ ബിരിയാണിക്കുള്ള മട്ടനാണ് ഈ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തലേ ദിവസം തന്നെ ഒന്ന് മസാലയെല്ലാം ആക്കി ഒന്ന് റെഡിയാക്കി വെച്ചാൽ മാത്രമേ നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ മട്ടൻ മസാലയെല്ലാം ചേർത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിനാവശ്യമായിട്ടുള്ള സവാളയെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ രാത്രി ഒരു 11:30-12 മണിക്കാണ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് ശേഷം അരിഞ്ഞു വെച്ച ഉള്ളിയെല്ലാം ഞാനൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. കാര്യമെന്ന് വെച്ചാൽ പിന്നെ നേരം വെളുത്തതിന് ശേഷം ഒരു 5:30-6 മണിയോടുകൂടി സുബഹിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇറച്ചി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ ഞാൻ അടച്ച് വയ്ക്കും. അപ്പോൾ ഈ കാണിക്കുന്നത് കുറച്ച് മട്ടൺ എടുത്ത് രാത്രിയത്തേക്ക് വേണ്ടി കറി വെച്ചതാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഇതുപോലെ തന്നെ കുറച്ച് ഇറച്ചി രാത്രി എടുത്ത് വേവിച്ച് നമ്മൾ യാസീനെല്ലാം ഓതി എല്ലാവരും കൂടെ ഒത്തിരുന്ന് കഴിക്കുമ്പോൾ അതൊരു അടിപൊളി വൈബാണ്. ഇനി രാവിലത്തേക്കുള്ള ഉരട്ടിയുടെ മാവ് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഞാനത് 6 മണിക്കാണ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അതിനുള്ള വെള്ളവും വെച്ച് തേങ്ങയെല്ലാം ഇട്ട് അതെല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യമാണ്. അപ്പോൾ നോമ്പൊക്കെ ആണ്ട് രാവിലെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് രാത്രി തന്നെ നമുക്ക് ഈ ഇറച്ചിയിൽ നിന്ന് കുറച്ചെടുത്ത് രാത്രി തന്നെ തയ്യാറാക്കി കഴിക്കുന്ന ശീലം പണ്ടേ ഉള്ളതാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ മോനും പാപ്പാക്കും പള്ളിയിലെല്ലാം പോകാനുള്ള സമയമായി. അപ്പോൾ അവർക്ക് ചായ കൊടുക്കണമല്ലോ. അപ്പോൾ നോമ്പും കൂടെ ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് ഫുഡ് കഴിക്കുകയോ ചായയൊക്കെ കഴിച്ചുകൊണ്ടേ പള്ളിയിൽ പോകാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൊടുക്കാനുള്ള ചായ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഒരടുപ്പിൽ ചായ തിളയ്ക്കുന്നുണ്ട്, ഒരടുപ്പിൽ മാവിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചായയെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചായയെല്ലാം കുടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മാവിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഒരു കൈ കൊണ്ട് മാവ് റെഡിയാക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു കൈ കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ആട്ടം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. കാര്യം ആ സമയത്ത് മോള് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ മോള് വന്നതിന് ശേഷം പിന്നെയുള്ള വീഡിയോ മോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാൻഡിൽ വെച്ചാണ് കൂടുതലും വീഡിയോസ് എടുക്കുന്നത്. ഇപ്പോൾ പിന്നെ ഈ സമയത്ത് സ്റ്റാൻഡും കൂടെ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് കയ്യിൽ വെച്ച് ഇപ്പോൾ എടുക്കുന്നത്. അത് മാത്രമല്ല മോൾ എടുക്കുന്നത് കൊണ്ട് പിന്നെ സ്റ്റാൻഡിൻ്റെ ആവശ്യം വരുന്നുമില്ല. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം സമയമായെന്നും പറഞ്ഞ് വാപ്പായും മോനും കൂടെ പോകാനായിട്ട് ഇറങ്ങിയായിരുന്നു. പിന്നെ ഞാൻ ഓടിച്ചെന്ന് ഇത്തിരി ആ ഒരു ഷോട്ടും കൂടെ എടുത്തായിരുന്നു. അപ്പോൾ അതുകൂടെ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പോയതിന് ശേഷം പിന്നെ വന്നിട്ട് ബാക്കി ജോലികളെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ നോക്കുകയാണ്. കാര്യം ഇനി നമുക്ക് നമസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന പലരും വാട്സപ്പിൽ കൂടെയും അല്ലാതെ കമൻറ്റിൽ കൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഉമ്മ എന്താണ് എപ്പോഴും തട്ടുറട്ടിയാണല്ലോ ചുടുന്ന കാണുന്നത്, പ്രസ്സിൽ വെച്ച് പരത്താറില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സത്യം പറയാമെങ്കിൽ എനിക്ക് ഈ പ്രസ്സിൽ വെച്ച് ചുടുന്ന ഉറട്ടിയോട് വലിയ താല്പര്യമില്ല. പക്ഷേ അതാണ് എല്ലാവർക്കും എളുപ്പം എന്ന് പറയുന്നത്. എനിക്കത് എളുപ്പമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ പലക വെച്ചിട്ട് തട്ടിയിട്ടാണ് ചെയ്യുന്നത്. എനിക്കത് തന്നെയാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളതും. സത്യം പറയാമെങ്കിൽ ഇതിൽ കഴിക്കുന്നവർക്ക് ഒരിക്കലും പ്രസ്സില ഉരട്ടി ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ഇതിങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ഉരട്ടിയെല്ലാം റെഡിയാക്കി മോളയിൽ ഏൽപ്പിച്ചതിന് ശേഷം പാലാടയ്ക്കുള്ള മാവ് തയ്യാറാക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലാടയുടെ മാവ് സാധാരണ ഞാൻ ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത്. ഈ പ്രാവശ്യം ഞാൻ മിക്സിയിലാണ് അരച്ചെടുത്തത്. കാര്യം രാവിലെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് കാര്യങ്ങളെല്ലാം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് അരച്ചെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. ഇനി മാവൊന്ന് കലക്കി പാലാട റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് പാലാടയുടെ പരുവം. ഇനി കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലാട നമ്മൾ ആട്ടി വെച്ചിട്ട് ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് കട്ടിയായി പോകാറുണ്ട്. അപ്പോൾ ഇത്തിരി തേങ്ങാപ്പാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള പാലാട റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ചിക്കനെല്ലാം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സിമ്മിലിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ചിക്കനെല്ലാം കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാലാട ചുടുമ്പോൾ ആദ്യം തന്നെ മടക്കിയെടുക്കാതെ ഇതുപോലെ ഒന്ന് മാറ്റി തണുത്തതിന് ശേഷം മടക്കി എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട്
നമുക്ക് പാലാട റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ തണുത്തതിന് ശേഷം തിരിച്ചിട്ട് വേണം ഒന്ന് മടക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏതൊരു സാധനം പ്രസൻറ്റ് ചെയ്യുമ്പോഴും അത് നല്ല ഭംഗിയോടുകൂടിയും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റോടു കൂടിയും ഇരിക്കുമ്പോൾ കഴിക്കുന്നവർക്കും ഒരു തൃപ്തിയായിരിക്കും, കാണുന്ന നമുക്കും ഒരു തൃപ്തിയായിരിക്കും. അപ്പോൾ ഏതൊരു കാര്യം അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാണുമ്പം തന്നെ ഒരു ഭംഗിയാണല്ലോ. അപ്പോൾ ആഹാരം പാചകം ചെയ്യുന്നതിൽ മാത്രമല്ല, അത് പ്രസൻറ്റ് ചെയ്യുന്നതിലും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം റെഡിയായി കഴിഞ്ഞ് ഇക്കായും മോനും പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങളുടെ നമസ്കാരവും ഓതലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ടേബിളിലോട്ട് എടുത്ത് വെച്ച് പിന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോകുന്നു. എല്ലാ വീട്ടിലും ഇതുപോലെ ആയിരിക്കും. അപ്പോൾ ഒരുമിച്ചിരുന്നൊക്കെ മക്കളും ഭർത്താവും എല്ലാ കുട്ടികളും എല്ലാം ആയിട്ടൊക്കെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു തൃപ്തിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളും ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഫുഡെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത ജോലിയുണ്ട്. ഇനി ഉച്ചയ്ക്കുള്ള ചോറൊക്കെ റെഡിയാക്കണം. കാര്യം മക്കളെല്ലാം ഉച്ച കഴിഞ്ഞാണ് വരുന്നത്. അപ്പോൾ മക്കൾ ഇങ്ങോട്ട് വരുമ്പോൾ അസീന മോളും നിഹാൽ മോനും അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ബിരിയാണിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ അതിനായിട്ട് ഒരു കടായി അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് നെയ്യെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കട്ടെ, അങ്ങോട്ട് പോകും. ആരും കഴിച്ചില്ല. ഇതെന്താ അടിക്കാൻ പറഞ്ഞു കൈ. Assalamualaikum. Salam.
ഇന്നു ഇന്നു ഇങ്ങനെ അണിച്ചേ ഓ എന്റെ മകളെ അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ഫോട്ടോസ് എല്ലാം വീഡിയോയുടെ ലാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. അതുമാത്രമല്ല നിങ്ങൾ വിലയേറിയ കമൻറ്റ്സ് നിങ്ങളെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുമാത്രമാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത ഇതുപോലുള്ള നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.